ഒരു ദിവസമല്ല ഞാൻ ജോത്തേട്ടായി അഞ്ചേച്ചി റോണീസും പാപ്പിയും കൂടെ സെയിലേക്ക് പോവുകയായിരുന്നു കേട്ടോ. പൊക്കോണ്ടിരിക്കുമ്പോഴാണ് വഴിയിലായിട്ട് നിൽക്കുക കിടക്കാൻ വഴിയൊക്കെ പാട്ട് പാടിക്കൊണ്ട്. ജോത്തേട്ടായി ഡോറും തുറന്ന് ഇറങ്ങി നോക്കിയപ്പോൾ നമ്മുടെ ബാർബിയിലെ പറ്റിയ ഒരു ചക്കറില്ലേ തറന്നിട്ട് പാടിക്കൊണ്ടിരിക്കുക. ഞാൻ കുറച്ച് മാറിയിട്ടില്ലെങ്കിലുണ്ടല്ലോ എടുത്ത് പുഴയിലിടുന്നു. അന്നേരം ഓക്കെ സോറി ഐ ഡോണ്ട് വാണ്ട് ടു വേസ്റ്റ് മൈ ആപ്പല്ലെന്ന് പറഞ്ഞു. നിങ്ങളെങ്ങനെ മലയാളം പഠിച്ചോളൂ. അന്നേരം അങ്ങനെ പറഞ്ഞു ഡൂലിപ്പാന്ന് പറഞ്ഞ ആപ്പിൽ നമുക്ക് ഏത് ലാംഗ്വേജും പഠിക്കാം. ഇൻസ്റ്റാൾ ചെയ്താൽ നമുക്ക് സ്പാനിഷ്, ഫ്രഞ്ച്, അറബി തുടങ്ങിയ പോർച്ചുഗീസ് എല്ലാ ഭാഷകളും പഠിക്കാമെന്ന് പറഞ്ഞു. അന്നേരം അതൊക്കെ പിന്നെ ഇൻസ്റ്റാൾ ചെയ്യാം. എന്നാൽ വഴിയിൽ മാറി ഇരുന്നു പറഞ്ഞു. അന്നേരം ഇങ്ങനെ മാറുന്നു നോക്കിയപ്പോ അവിടെ ഏതോ രണ്ട് ഡാൻസ് കളിച്ചോണ്ടിരിക്കുക വണ്ടിയുടെ വഴി. അന്നേരം നോക്കിയപ്പോഴാണ് നമ്മുടെ ബാർബിയാണ്. ഞാൻ പറഞ്ഞു ബാർബി നീയും നിന്റെ വണ്ടി മാറിയില്ലെങ്കിൽ വണ്ടി നീയും നിന്റെ പോയോ എല്ലാരും കൂടെ പുഴ കിടക്കുന്നു. ആ സർക്കനെ കുട്ടി വണ്ടി ഇട്ടോണ്ടിരിക്കുക. അപ്പൊ നോക്കിയപ്പോ ആരെയോ മിസ്സിങ്ങാണ്. പോലീസുണ്ട്, പാർട്ടിയുണ്ട്, ജോത്തേട്ടയുണ്ട്. നമ്മുടെ അവിടെ വന്നു വരാം. അപ്പം നോക്കിയപ്പോ ആരെയാണെന്ന് പടച്ചോണ്ടിരിക്കുന്നു. അവർ തട്ടിക്കൊണ്ടുപോയില്ലേ. അന്നേരം ഉണ്ട് നമ്മളുണ്ടല്ലോ ജോത്തേട്ടയെ ഒന്ന് കാറിന്റെ ഡോർ അങ്ങോട്ട് തുറന്ന് സ്റ്റാർട്ട് ചെയ്തു. ഡോറടിച്ചു പാപ്പി ഡോർ എടുക്കുന്നു. അന്നേരം ഞാൻ ഡോർ കയറ്റിവിട്ടെ. അതുകൊണ്ട് ഞാൻ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടെ ഫസ്റ്റ് ഗിയറിലിട്ടു. ആക്സിലേറ്ററിൽ ചവിട്ടി. 200 കിലോമീറ്റർ/ഹവറിലാണ് പോകുന്നതെന്ന് പറഞ്ഞു. അവര് 100 കിലോമീറ്റർ ഉള്ളു. അത് കഴിഞ്ഞ് ഞങ്ങളൊരു പാലം എടുത്ത് നോക്കൊണ്ടിരിക്കാം. നോക്കുമ്പോ അവരെ സ്വിമ്മിംഗ് പൂളിൽ ചാടിക്കൊണ്ട് പോവാണ്. നമുക്ക് സ്വിമ്മിംഗ് പൂളിൽ ചാടാനുള്ള വിലയുള്ള വണ്ടിയൊന്നും അല്ല, നമ്മുടെ സാധാ വണ്ടിയാണ്. അത് 10-15 വർഷം പഴക്കമുള്ളൊരു വണ്ടി. അത് കഴിഞ്ഞിട്ടില്ല ഞങ്ങൾ സ്വിമ്മിംഗ് പൂളും അത് കഴിഞ്ഞിട്ടല്ലോ നമ്മൾ ആ സ്വിമ്മിംഗ് പൂള് കഷ്ടിച്ച് ചാടി. ശരിക്കും പൂളിൽ ചാടേണ്ടതാണ്. ഞാൻ എങ്ങനെയൊക്കെയോ വശം കെട്ടി ചാടി. അത് കഴിഞ്ഞിട്ടല്ലോ നമ്മളെങ്ങോട്ട് ആക്സിഡന്റ് പൊടിച്ചോണ്ടിരുന്നപ്പോ അവര് ഷൂട്ട് ചെയ്തോണ്ടിരിക്കുക. നോക്കുമ്പോ ഒരു പാവ ഇറക്കൊണ്ടിരിക്കും, ബാർബിയുടെ പാവ. ഞാൻ പറഞ്ഞു ഇത് നിങ്ങൾ നിർത്തിയില്ലെങ്കിൽ ഞങ്ങളുടെ അൾട്രാ പ്രോഡക്റ്റ് സാധനം വരുന്നുള്ളൂ. അതായത് അവർ എന്താണെന്ന് ചോദിച്ചു. അന്നേരം നമ്മളൊരു സാധനം അങ്ങോട്ട് എടുത്തു. റോഡീസിനെ അങ്ങോട്ടാണ് എടുത്തേ. റോഡീസ് അവര് വശം കെട്ട് വീഴാറായി കിടക്കാണ്. അന്നേരം പറഞ്ഞു ഇതാണ് ഞങ്ങളുടെ അൾട്രാ പ്രോഡക്റ്റ് സാധനം. ഒത്തിരി നാളായില്ലെങ്കിൽ നല്ല സാധനമാണ് മക്കളെ എന്ന് പറഞ്ഞു. അന്നേരം അവര് സ്പീഡിൽ കത്തിച്ചു വിടാം. അന്നേരം ഞങ്ങൾ റോഡീസിനെ ആക്കി. അടുത്ത സാധനം എടുത്തു. എന്താണെന്ന് അറിയണ്ടേ എല്ലാവർക്കും അറിയാം. അതായത് നമ്മൾ എയർഗൺ അടുത്ത് എടുത്തേക്കുന്നത്. പക്ഷെ എയർഗൺ എടുത്തപ്പോഴാണ് പ്രശ്നം. ഓക്കെ കുട്ടിയില്ല കുത്തിയിരിക്കും. അപ്പോഴാണ് ഞാൻ എന്റെ ഒരു സ്നൈപ്പറിന്റെ ഉണ്ട കണ്ടവിടെ കിടക്കണേ. ഞാൻ ആ ഉണ്ട എടുത്തു. കറക്റ്റ് ഒരു ഡെസ്റ്റിനേഷൻ വെച്ചു, വെടി വെച്ചു. പക്ഷെ കഷ്ടകാലത്തിന് കൊണ്ടത് ആരെയാണ് മൂക്കിലേക്ക് അന്നേരം ഞാൻ അവിടെ അങ്ങോട്ട് വേറൊരു വണ്ടി എടുത്തു. അത് ഒറ്റ വെടി വെച്ചു. പക്ഷെ പിന്നെ കഷ്ടകാലത്തിന് കൊണ്ട് ആ വണ്ടിയുടെ റിയറിലേക്ക് പോയിട്ട് വല്ല കാര്യമുണ്ടോ. അടുത്ത കൊണ്ട് ഞാൻ എടുത്തു. ഇപ്രാവശ്യം മുന്നേ തെറ്റാൻ പാടില്ല. ഞാൻ ഒറ്റ വെടി വെച്ചു. ആ വെടിയും പോയി. ഏതോ പഴയറ്റാണ്. അപ്പോഴാണ് നമ്മുടെ യമണ്ണൻ സാധനം അമ്മ പിന്നെ എടുത്തേ. ആ സാധനം വെച്ച് ഒറ്റ വിടലാണോ നേരെ ബാർബിയുടെ തലയിലേക്ക് കൊത്തി കയറി. രക്ഷകനെ നമ്മുടെ ചെറുക്കം വന്നിരിക്കുന്നു. ചെറുക്കം വന്ന് ഒരു പിസ്റ്റളെടുത്ത് ഒറ്റ പിടിയാണ്. നമ്മൾ ഇങ്ങനെ ചാടാറായി. പക്ഷെ നമുക്ക് മനസ്സിലൊക്കെ ഉള്ളത് നമ്മൾ കഷ്ടിച്ച് രക്ഷപ്പെട്ട്. അത് കഴിഞ്ഞില്ല നമ്മളെ ഉണ്ടെടുത്ത് സ്റ്റേപ്പറിലേക്ക് എത്തി. ഏതോ പിസ്റ്റോളിന്റെ ഉണ്ടെടുത്ത് സ്റ്റേപ്പറില് അത് കഴിഞ്ഞ് നമ്മൾ ഒറ്റ വെടി വെച്ചു. നോക്കുമ്പോ ചെറുകിന്റെ കണ്ണിൽ കൊണ്ടു. പക്ഷെ പൊട്ട കണ്ണെന്നല്ല, പുതിയ കണ്ണും കൂടെ ഉണ്ടല്ലോ. ആ കണ്ണ് വെച്ചവൻ അമ്പ് വിട്ടു. അമ്പ് വിട്ടപ്പോ കറക്റ്റ് ഉണ്ടത് നമ്മുടെ അമ്പ് എടുത്തട്ടെ അവർക്ക് തിരിച്ചറിഞ്ഞു. പക്ഷെ നമ്മുടെ ഭാഗ്യത്തിനെ കൊന്നത് ചെറുക്കന്റെ
സന്തോഷിച്ച് ഉല്ലസിക്കുവാങ്ങി. പക്ഷെ മൂക്കിന്നൊക്കെ ചോര വന്നിട്ടുണ്ട്. അത് വേറെ കാര്യം. അപ്പോഴാണ് നമ്മള് 200 തുടക്കത്തില് അല്ലേ 200 കയറി 300 കഴിഞ്ഞു. അത് കഴിഞ്ഞല്ലോ നമ്മള് ഒന്നുകൂടെ ആക്സിലേറ്റർ അങ്ങോട്ട് പിടിച്ചു. അവരിപ്പോഴും 200 വേണം. 200 നോക്കുമ്പോ അത് മൈലാണ്. ഒരു കല്ലെടുത്ത് വണ്ടി പഞ്ചറായി. ഇത്രയൊക്കെ വൃത്തിയിട്ടാ വണ്ടി അങ്ങനെ ഓടുന്നതാണ് എന്റെ സംശയം. അന്നേരം നമ്മുടെ പാപ്പിയുണ്ടല്ലോ വണ്ടിയൊക്കെ ഡോറ് തുറന്നു. അത് കഴിഞ്ഞിട്ടില്ല വണ്ടി മൊത്തം കടലാണ്. പക്ഷെ എങ്ങോട്ട് ചാടി പറഞ്ഞിട്ട് എല്ലാരും ഏതോ പുഴയിലേക്ക് എടുത്തി ചാടി. അത് കഴിഞ്ഞിട്ടില്ല നമ്മുടെ അവൻ പാപ്പിയുടെ പുറകെ ചാടി. അവസാനം ഞാൻ മാത്രമേ ഉള്ളൂ. ഇവരൊക്കെ നീന്തി പല രക്ഷപ്പെട്ടു. അവരവിടെ കണ്ട് നിപ്പുണ്ട്. ഒരു ടാക്സി വിളിച്ച് വീട്ടിൽ പോയി. പക്ഷെ ഞാൻ മാത്രമല്ലേ ഉള്ള എന്റെ അനിയനെ രക്ഷിക്കാൻ. അതാണ് ഞാനുണ്ടല്ലോ വണ്ടിയെ നടത്തിയാണ് ഒരു ഇഷ്ടിയ ആക്സിലേറ്ററിന്റെ സ്ഥാനത്ത് വെച്ചിട്ട് അത് കൃത്യം അവരുടെ വണ്ടിയെ കയറി. അത് കഴിഞ്ഞ് ഞാൻ ആക്സിലേറ്റ്. പക്ഷെ വണ്ടി നിൽക്കുന്നുണ്ടോ? ആ വണ്ടി അങ്ങോട്ട് നോക്കാണ്ടിരിക്കുക. നമ്മള് ബ്രേക്ക് ഓടിക്കാൻ മറന്നുപോയി. എനിക്കറിയാമോ ബ്രേക്ക് അറിയാമോ? ഇന്നലെ വണ്ടികളുടെ ബ്രേക്ക് എവിടെയാണെന്നൊന്നും നമുക്കറിയില്ല. അത് കഴിഞ്ഞ് ഞാനുണ്ടല്ലോ ആനേനെ എടുത്തു. നോക്കിയത് ഓരോരുത്തർ ആനേനെ എടുത്ത് സൈഡിലേക്ക് ഇട്ടു. അത് കഴിഞ്ഞ് ഞാൻ വണ്ടിയിലേക്ക് തിരിച്ചു കയറി. അതാ നമ്മൾ വീട്ടിലേക്ക് കഥ അവസാനിച്ചിരിക്കുന്നു. കൈയടിക്ക് എല്ലാരും കൈയടിക്ക്. ആനി പറഞ്ഞു. കാലം ഫോക്സിന്റെ
ഒരു മിക്കി മൗസ് ഉണ്ടായിരുന്നേ. അവിടെ ഗേറ്റ് തുറന്നേ. ഗേറ്റ് തുറന്നിട്ട് കുഞ്ഞു ഗണപതി ഉണ്ടായിരുന്നേ. അങ്ങോട്ട് വന്ന് ഗണപതി തിരിച്ചു പോയി. ഗണപതി നടന്ന് പോയെ. പിന്നെ അവര് ചോദിച്ചിട്ടായേ അടിച്ചു കൊല്ലി. വേറെ ആളെ അടിച്ചു കൊല്ലി ചോദിച്ചിട്ടായി. ഇനി ആ ചേച്ചിനെ അടിച്ചു കൊല്ലി. കൊല്ലി. അപ്പൊ റോണീസോ അടിച്ച് ജോർജേട്ടായും പാപ്പി അടിച്ചിട്ട് അടിച്ചു കൂട്ടം. ഇങ്ങനെ അടിച്ചടിച്ച് ആരടിച്ച് അല്ല അച്ചേച്ചിനെ പാപ്പിയെ അച്ചേച്ചി ജോർജേട്ടായി ചത്തിട്ട് അവിടെ കൂട്ടാതെ ഗേറ്റ് തുറന്നു. പിന്നെ ഇങ്ങനെ ഗേറ്റ് തുറന്നിട്ട് ഒരു കുട്ടി പോയി. അവിടെ പോയിട്ട് അങ്ങോട്ട് പോയി. പക്ഷെ മാറാവേ അങ്ങോട്ട് പോയി. ഈശേ അങ്ങോട്ട് പോയി. പിന്നെ ജോർജേട്ടായ അച്ചേച്ചി ഇങ്ങനെ ഇടിച്ച് പഴിച്ച് കുഴച്ച് കിളിച്ച് ഞങ്ങൾ തപ്പല്ലേ. പിന്നെ പിന്നെ അവിടെ ഒരു വലിയതുണ്ട്. ഇത് വലിയതുണ്ട്. മറ്റേ മയല് ഇത് പിന്നെ വലിയതൊരു ജോർജേട്ടാ. വലിയൊരു വലിയൊരു റോണീസോ എനിക്ക് പൊക്കത്തി ഇവിടെ വലിയുള്ളൂ. അത്ര ഉള്ളൂ. അത്രയെങ്കിലും ഉണ്ട്. അവിടെ ഇങ്ങനെ എണീച്ചു വന്നിട്ട് അവിടെ ഇങ്ങോട്ട് ഗേറ്റ് തുറന്നു. നമ്മൾ ചാടി വന്നേ. അതെന്തോ പരിപാടിയാ. എന്താ പരിപാടിയാ? ഒരു സംശയം. എത്ര പൂച്ചാണ്ടിയുണ്ട്? 3 പൂച്ചാണ്ടി. രണ്ടാമത്തെ പൂച്ചാണ്ടി. മൂന്നാമത്തെ എപ്പോഴാണോ? ഓക്കെ പറ. ഇനി പൂച്ചാണ്ടി വന്നിട്ടും ഇങ്ങനെ അവിടെ ആരും ഒച്ച കേക്കണേ. അവള് അമ്മത്തെ പാടോ അങ്ങനെ ഓർത്തുണ്ടോക്കെ ടീച്ചറ്. പിന്നെ ഈശോ വന്നേ. എവിടെ ഈശോ? എനിക്ക് കാണുന്നില്ലല്ലോ. ഈശേ അവിടെ കാണുന്നില്ല. മൂപ്പൊക്കെ ഈശോയെ കണ്ടുപിടിക്കാൻ പാടെ. പിന്നെ അവിടെ ഗേറ്റ് തുറന്നു. സംസാരിക്കുവാണ്. ലൊക്കേഷൻ കഴിഞ്ഞിട്ട് അവിടെ തിരിച്ച് ഒരു 8 കോഴിയുണ്ട്. പിന്നെ അടുത്ത പോറ. അടുത്തത് ഒരു സോംബിയുണ്ട്. പല്ലിയുണ്ട്. ഒരു പാച്ചുണ്ട്. ഒരു പാമ്പുണ്ട്. തീർന്നില്ലേ?
പാമ്പുണ്ട് പാമ്പ്. അയ്യോ ഒരു ദിവസം ചേട്ടായി അനുസരിച്ച് പാപ്പി റോളിസോടെ വീട്ടിലേക്കാണ് കേട്ടോ. നല്ല മഴയാണ്. അവർ മഴയത്ത് എന്തോ ഒരു രൂപം പ്രത്യക്ഷപ്പെട്ട് നിൽക്കാം. റോളീസും പാപ്പി അങ്ങോട്ട് മേടിച്ചായി. പക്ഷെ ചേട്ടായി മനസ്സിലായി അത് സ്റ്റെഫി കുഞ്ഞിയാണെന്ന്. പക്ഷെ രണ്ടുപേരും മേടിച്ചെടുത്ത് താഴെ വീഴാണ്. അന്നേരമാണ് ചേട്ടായി അത് സ്റ്റെഫി കുഞ്ഞിയാണെന്ന്. അന്നേരം ഇടി വെട്ടിയപ്പോ തന്നെ അവർ രണ്ട് സ്റ്റെഫി കുഞ്ഞാണ്. പക്ഷെ അപ്പുറത്തെ റൂമിൽ നിൽക്കുന്നത്. അന്നേരം അവർ വിചാരിച്ചു ജൂണോയും ചാർലിയും കൂടെ ആയിരിക്കും. പക്ഷെ നോക്കിയപ്പോ ജൂണോയും ചാർലിയും ഇല്ല. ഒരു അമ്മൂമ്മയുടെ മുഖം. അപ്പോഴാ മനസ്സിലായ അത് അമ്മച്ചിയാണ്. അമ്മച്ചി പാറയ്ക്കാൻ കൊണ്ട് വരയ്ക്കാൻ പോയത്. ജാതിക്ക് എടുക്കാൻ പോയതാണ്. എന്നാ പറ്റി റോണി? ആനിയാ പറയേണ്ടത്. നീ ആനി പറ. പറ പറ. ആനി റോണി പറഞ്ഞതാ. നീ ആനി ചേച്ചിയാ. ആ രണ്ട് പൂച്ചകളും ഉണ്ടായിരുന്നു. അപ്പം പൂച്ചകൾ ഒരു ബിസ്ക്കറ്റ് അവർക്ക് ആണെങ്കിൽ ഒരു ബിസ്ക്കറ്റ് കിട്ടി. ആ ബിസ്ക്കറ്റിന് പിടിവലിയാണ്. കുരങ്ങ അപ്പൊ മറ്റേ ചാടി 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 എന്നിട്ട് അവിടെ എല്ലാത്തിനും വഴക്കുണ്ടാക്കലേന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു എനിക്ക് ഈ ബിസ്ക്കറ്റ് വേണം, എനിക്ക് ഈ ബിസ്ക്കറ്റ് വേണം. രണ്ടുപേരും കുരങ്ങന്റെ അടുത്ത് തരാൻ പറഞ്ഞപ്പോ കുരങ്ങന്റെ കയ്യല്ല രണ്ടുപേരും കൊടുത്തു. കുരങ്ങൻ രണ്ടായിട്ട് മുറിച്ചിട്ട് രണ്ടുപേർക്കും കൊടുത്തു. എനിക്ക് കുഞ്ഞിതാന്ന്. അപ്പൊ പിന്നെ അവിടെ തിന്നിട്ട് കുരങ്ങനെ ഒന്ന് തിന്നിട്ട് പിന്നെ രണ്ടായിട്ട് മുറിച്ചു. എനിക്ക് കുഞ്ഞിതാണേന്ന് പറഞ്ഞ പിന്നെ വിളിച്ച് അത് കുരങ്ങൻ കഴിച്ച് ഇങ്ങനെ മുറിച്ച് എനിക്ക് കുഞ്ഞിതാണേന്ന് പറഞ്ഞു കൊല്ലുന്നു. പിന്നെയും പിന്നെയും അങ്ങനെ ആക്കി. ഓ അവസാനത്തെ കുറച്ചും കൂടെ പിന്നെയും മുറിച്ച് പിന്നെയും മുറിച്ച് കുരങ്ങൻ തീർത്ത്. കുരങ്ങന്റെ പുറകെ പൂച്ചകൾ കടിക്കാൻ അപ്പൊ ഒരു പൂച്ച ചാടി കുരങ്ങന്റെ കുണ്ടിയെ കടിച്ചു. അപ്പുറത്ത് എന്റെ വീടാണ്. പാപ്പ ഇങ്ങനെ നിൽക്കാണ്. അപ്പൊ ആ ഒച്ച കേട്ട് അപ്പ ഓടി കുരങ്ങ വരുന്ന കണ്ടു. ആ പൂച്ച പാപ്പി തല കടിച്ചു. അയ്യോ പാപ്പി ഓടിപ്പോയി. പിന്നെ ആ പൂച്ച ചാടി ചാടി
അതിനുള്ള കാലം തോന്നുന്നു. പണ്ട് അച്ഛേ ഒരു ദിവസം നമ്മുടെ പാപ്പയും ആന്റിയും റോണീസും ജോച്ചേട്ടയും കൂടെ ഒരു വീട്ടിലിരിക്കണം. അതാണ് നല്ല മഴയാണ്, ഇടിവെട്ട് മഴാന്ന് വെച്ചാൽ ഇടിവെട്ട് മഴ. നോക്കുമ്പോ എന്തോ രൂപം പ്രത്യക്ഷപ്പെട്ട് നിൽക്കുക. അതിനകത്ത് പേടിച്ചോളാൻ തുടങ്ങിയിട്ട് ഇടിവെട്ടിയപ്പോ എല്ലാവർക്കും മനസ്സിലായി അത് കുഞ്ഞി സ്റ്റെഫിയും കൂടെ ആണെന്ന്. രണ്ടാമതൊരു രൂപം കൊണ്ട് ഇടിവെട്ടിയപ്പോ മനസ്സിലായി അത് അമ്മച്ചിയാണ്. മൂന്നാമത് ഇടിവെട്ടിയപ്പോ മനസ്സിലായി അത് അമ്മാമയാണ്. പക്ഷെ നാലാമത് ഒരാള് പക്ഷെ നാലാമത്തെ ആളാണെന്ന് നോക്കിയപ്പോ ഒരു കറുത്തിരുണ്ട ഇനി മുള്ളാണ്ടോ? അവരുടെ വലിയ വാളുണ്ടാവും. വലിയൊരു വാളുണ്ടാവും. ആ വാള വെച്ചിട്ടല്ലോ അത്രയും നോക്കിയപ്പോ എന്തൊക്കെയാ വെള്ളം വന്നുകൊണ്ടിരിക്കാം. നോക്കുമ്പോ ചോര തുള്ളികളാണ്. മുള്ളിയോ? പക്ഷെ ആ വാളിൽ നിന്ന് വന്ന ചോര അതൊരു മനുഷ്യന്റെ മണമാണ് എന്ന് സ്റ്റെഫിക്ക് ഉടനെ മനസ്സിലായി. സ്റ്റെഫി വന്ന് പാപ്പയോട് പറഞ്ഞു. പാപ്പയൊക്കെ ഗൂഗിളിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് മനസ്സിലാക്കി. അത് നമ്മുടെ നമ്മളെ പാപ്പയെ ട്രാൻസ്ലേറ്റ് ചെയ്ത് വായിച്ചു. ഹായ് തന്നെ മനുഷ്യന്റെ ചോരയുടെ മണമുണ്ടല്ലോ. പോസിറ്റീവിന്റെ മണമാണ്, ചോരയുടെ മണമാണ്. നോക്കിയപ്പോ നമ്മുടെ പാപ്പയുടെ കാണാനില്ല ഇപ്രാവശ്യം. നോക്കുമ്പോഴാണ് പാപ്പയുടെ ചുങ്ങിയൊക്കെ അവിടെ കിടപ്പുണ്ട്. അതായത് പാപ്പി തുണിയൊന്നുമില്ലാണ്ടാണ് പോയിരിക്കുന്നത്. ഇതതിന്റെ തെളിവാണ്. ഓക്കെ, അത് കഴിഞ്ഞല്ലോ നമ്മുടെ പാപ്പയില്ലേ ചോച്ചട്ടയും ആനയും ഓണീസും കൂടെ നടന്നു വരിക. ആരാണ് കൊലയാളി? കൊലയാളിയാണോ എന്നൊരു സംശയം പോലെ നമ്മുടെ മനസ്സിലാണ് നോക്കിയപ്പോ അവര് ആ രൂപം കൊണ്ട് പെട്ടെന്ന് ആ രൂപം പൊടി പോലെ വാങ്ങി. പൊടി പോലെ വാങ്ങിയെങ്കിൽ അതിന് പ്രേതമായിരിക്കണ്ടേ? പക്ഷെ ഇത് പ്രേതമൊന്നല്ല. ഏതോ ഒരു ഈ കാറ്റത്തുണ്ടല്ലോ കുറെ ഇല ഉണ്ട്. ആ ഇല അങ്ങോട്ട് പണം പോലെ നിൽക്കുക. ഈ ഇലയില് കുറെ വെള്ളം ഉണ്ടായിരുന്നു. ആ വെള്ളം ചോര പോലെ വന്നത്. നോക്കുമ്പോ ബാക്കി ചോലത്തിൽ പോയതാണ്. അതുകൊണ്ട് പ്രേതമല്ല. നിങ്ങളെ ഉത്തരം തെറ്റാണ്. അത് വെക്കണല്ലോ. പക്ഷേ അത് കഴിഞ്ഞ് പാവി തിരിച്ചു വണ്ടിയുടെ ഹോണാലോചിക്കുന്നു. ഇത്ര പ്രേതമായിരിക്കില്ല എന്ന് നമ്മള് സ്വാഭാവികമായിട്ട് വിചാരിക്കും. പക്ഷെ വണ്ടിക്കകത്ത് ആരുമില്ലേ? ഇൻഡിക്കേറ്ററും ലൈറ്റും എല്ലാം തിളങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഭയങ്കര ശബ്ദത്തിൽ മുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നോക്കിയപ്പോ അത് ശരി തന്നെയാണ്. ഇപ്പോഴല്ല നമ്മുടെ ഒരു മനുഷ്യനെ നമ്മളെ കണ്ടു. നോക്കിയപ്പോ അത് മിസ്റ്റർ ബീനാണ്. പണ്ട് നമ്മൾ ചെയ്തത് വേണ്ടി മിസ്റ്റർ ബീന്റെ ആത്മാവ് പ്രതികാരം എന്തിനാ അവിടെ പോയി കിടക്കുന്നത്? പോയി കിടക്കാം. നമ്മുടെ പ്രേതം മിസ്റ്ററിനെ കണ്ടെടുത്തോണ്ടേ തീരാകയും എടുത്തോണ്ടാണ് നമ്മൾ ഇപ്രാവശ്യം പോയത്. കഴിഞ്ഞ അഡ്വഞ്ചറിലെ എല്ലാം ക്യാൻസൽ ആയിരിക്കണം. അതിനാൽ നമ്മൾ ഇപ്രാവശ്യം തീരാകം എടുത്തോണ്ട് ഇച്ചിരി ഈ വിലക്കുറവുണ്ട്. അതുകൊണ്ട് പാപ്പി തന്നെയാണ് ഓടിക്കുന്നത്. നല്ലൊരു സെയിലാണെന്ന് ഓർക്കണം. നല്ല 200-300 കിലോമീറ്റർ പെർ അവർ പോലെ ഒരു വണ്ടിയാണ്. നോക്കുമ്പോഴുണ്ട് മിസ്റ്റർ ബി പറപ്പിച്ചു വിടണം. പക്ഷെ തീരാവ് ഓടിക്കാൻ നമുക്ക് ശരിക്കും അറിയില്ല. നമ്മളുണ്ടല്ലോ ഒന്നും നോക്കിയില്ല. കണ്ണടച്ചല്ല കണ്ണു
കണ്ണടച്ച് ഏതായാലും നമ്മൾ ആക്സിഡന്റ് നെക്കി അങ്ങ് വിട്ട് നെക്കി വിട്ടിട്ടുണ്ടല്ലോ വണ്ടി സ്പീഡിൽ പോവാ നമ്മുടെ സ്റ്റേജിൽ പിടിച്ച് വിസ്റ്റമിന്റെ ചീറ്റിട്ടാണ് നമ്മളൊരു പൊസിഷൻ വെച്ചു വിസ്റ്റമിന്റെ ആത്മാവ് കൊണ്ട് പോയി അത് കഥ അവസാനിച്ചു. റോണി പൊക്കോ. അപ്പായി ചേച്ചി പോയി മുകളിലോട്ട്. ഈ റോഡ് തന്നെ പോകും ഇരുട്ടാ. പൊക്കോ. നാളെ ഗെയിം കളിക്കാം. പൊക്കോ അവിടെ പോയി. രാത്രി പിന്നെ ജീവിച്ചിട്ട് ഒരു പിന്നെ വരില്ലേ